പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതിനെല്ലാം കാരണങ്ങളുണ്ട്. അതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വേദിയല്ല ഇത്. അപ്പൊ മാർ തോമാ ശ്ലീഹായുടെ കബറിടത്തിൽ മുദ്രിതമായിരിക്കുന്ന കുരിശാണ് ഈ മാർ തോമാ കുരിശ്. ഈ കുരിശാണ് അവിടെ മാർ തോമാ ശ്ലീഹായുടെ കബറിടത്തിൽ മുദ്രിതമായിരിക്കുന്നത്. മാർ തോമാ ശ്ലീഹായുടെ പൈതൃകമുള്ള എല്ലാ സഭകളും അംഗീകരിച്ചതും ഉപയോഗിക്കുന്നതും ഈ മാർ തോമാ ശ്ലീഹയാണ്. വെളിപാടിന്റെ പൂർണ്ണത ആലേഖനം ചെയ്യപ്പെട്ട ഒരു കുരിശാണിത്. വെളിപാടിന്റെ പൂർണ്ണത, അതായത് പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ത്രിത്വമുണ്ട്, പരിത്രാണ കർമ്മമുണ്ട്, കാൽവരിയുണ്ട്, മരണമുണ്ട്, ഉത്ഥാനമുണ്ട്, സഭയുണ്ട്. അത് ജീവിക്കുന്ന കുരിശാണ്, ജീവിക്കുന്ന വചനമായ കുരിശാണ്, വളരുന്ന വചനമായ കുരിശാണ്, ശ്ലീവയാണ്. ഇതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്നത് കണ്ടുപോകാം. നമുക്ക് നോക്കുക, 3 പടികൾ. ഞാനിത് വരച്ചു തുടങ്ങിയതിനും പൂർത്തിയാക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അത്രയുണ്ട് ഭംഗിയില്ല. ഒരു കോട്ട അടിക്കാൻ പറ്റിയുള്ളൂ. കുറെ നാൾ മുമ്പ് തുടങ്ങിയതാണ്, പക്ഷേ ഒരു ദിവസം ഇത് ചെയ്ത് വെച്ചു, പിന്നെ ഇത് പൂർത്തിയാക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇച്ചിരി ഭംഗി കുറവുണ്ടെങ്കിലും പഠനത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുക. 3 പടികൾ. നിങ്ങൾ പരമ്പരാഗത പള്ളികൾ കണ്ടാൽ മനസ്സിലാകും, കെസ്ത്രോമയിൽ നിന്ന് മധുബഹേരിക്ക് 3 പടികളാണ്. 3 പടികൾ കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കുന്നത് കാൽവരിയുടെ പടവുകളായിട്ടാണ്. കാൽവരി, ഗാഗുൽത്തായുടെ 3 പടവുകളായിട്ടാണ്. ഈ ഗാഗുൽത്ത മലയിലാണ്, കാൽവരി മലയിലാണ് സഭ ഉത്ഭവിച്ചത്. സഭയുടെ ഉത്ഭവം അവിടെയാണല്ലോ. അവന്റെ പാർശ്വത്തു നിന്നും വെള്ളവും രക്തവും ഒഴുകി, മാമോദിസയും കുർബാനയും ഒഴുകി. ആ മാമോദിസായിലും കുർബാനയിലുമാണ് സഭ പിറന്നു വീണത്. മാമോദിസായിലും കുർബാനയിലുമാണ് സഭ പിറന്നു വീണത്, വെള്ളത്തിലും രക്തത്തിലും. ഒരു ശിശു രക്തത്തിലും വെള്ളത്തിലും ജനിക്കുന്നത് പോലെ യേശുവിന്റെ പാർശ്വം പിളർന്ന് രക്തത്തിലും വെള്ളത്തിലും സഭ എന്ന ശിശു പിറന്നു വീഴുകയാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ ദർപ്പണമാണ് ഗാഗുൽത്ത എന്നാണ് മാർ എഫ്രേം വിശുദ്ധൻ പറയുന്നത്. വിശുദ്ധ എഫ്രേം പറയുന്നത് സഭയുടെ ദർപ്പണമാണ് ഗാഗുൽത്ത. ഈ 3 പടവുകൾ കയറി അവിടെ ചെല്ലുമ്പോൾ ഗാഗുൽത്തയാണ്, അവിടെയാണ് സഭ ജനിച്ചു വീണത്. ആ സഭയുടെ ആദ്യത്തെ പതിപ്പും അവിടെ തന്നെയുണ്ട്. കുരിശിലേക്ക് നോക്കി നിൽക്കുന്ന യേശുവിന്റെ അമ്മയും യേശു സ്നേഹിച്ച ശിഷ്യനും. മറിയവും യോഹന്നാനും നല്ല എഴുതിയിരിക്കുന്നത് യേശുവിന്റെ അമ്മയും യേശു സ്നേഹിച്ച ശിഷ്യനും എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. യേശുവിന്റെ അമ്മയും യേശു സ്നേഹിച്ച ശിഷ്യനും അവര് ചേരുന്നതാണ് സഭ, കത്തോലിക്ക സഭ. അപ്പൊ സഭയുടെ ചെറിയൊരു പതിപ്പാണ് അവിടെ. അതാണ് യേശുവിന്റെ അമ്മയും യേശു സ്നേഹിച്ച ശിഷ്യനും. അങ്ങനെയുള്ള ആ ഗാഗുൽത്തായുടെ പ്രതീകമാണ് ഈ 3 ചുവടുകള്, 3 പടവുകള്. മാപ്രേം വീണ്ടും പറയാണ്, സത്യത്തിന്റെ ഉയരങ്ങളെയാണ് ഈ ഗാഗുൽത്ത പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, സ്വർഗത്തിലേക്ക് ഉയരുക, അത് സത്യത്തിന്റെ ഉയരങ്ങളാണ്. സത്യത്തിന്റെ ഉയരങ്ങള് ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 7-8 അടി ഉയരമുള്ളൂ ഈ ഒരു കൊച്ചു കുന്നാണ് ഈ ഗാഗുൽത്ത. പക്ഷേ യെറൂസലം തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്നാണ്. അതുകൊണ്ട് യെറൂസലമിലേക്ക് കയറിപ്പോകുക എന്നാ പറയാ, പോകുക എന്നല്ല, കയറിപ്പോകുക. ഗോ അപ്പ് അസൻഷനാണ്, മുകളിലേക്ക് കയറുകയാണ്. അപ്പൊ ഗാഗുൽത്തായിലേക്ക് പോകുക പറഞ്ഞാൽ അത് സത്യത്തിന്റെ ഉയരങ്ങളിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ സത്യത്തിന്റെ ഉയരങ്ങളെയാണ് ഗാഗുൽത്ത പ്രതിനിധാനം ചെയ്യുന്നതെന്ന് മാർ എഫ്രേം പറയുന്നു. ആരാധനക്രമം, ലിറ്റർജി എന്ന് പറഞ്ഞ ആരാധനക്രമം ഗാഗുൽത്തയെയും പറുദീസയെയും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. പറുദീസയെയും ഗാഗുൽത്തയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ തിരുക്കർമ്മത്തെയാണ് ലിറ്റർജി എന്ന് പറയുന്നത്, ആരാധനക്രമം എന്ന് പറയുന്നത്. അതിനാൽ പറുദീസയിലെ ജീവവൃക്ഷം, ഇതിലേക്ക് നമുക്ക് വീണ്ടും വരാം. പറുദീസയിലെ ജീവവൃക്ഷം, ആ ജീവവൃക്ഷത്തിന്റെ രീതിയിലാണ് ഈ കുരിശ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ കാൽവരിയുടെ 3 പടവുകൾ, ഗാഗുൽത്തയുടെ 3 പടവുകൾ, അതിന് മുകളിൽ ജീവവൃക്ഷമായിട്ട് ഈ കുരിശിനെ സംവിധാനം ചെയ്തിരിക്കുക, ജീവവൃക്ഷമായിട്ട്. നമുക്ക് അതിലേക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് ഒന്നുകൂടി വിശദമായിട്ട് വരാം. അതേസമയം ഈ ഗാഗുൽത്ത പറുദീസയിൽ തന്നെ മറ്റൊരു വൃക്ഷമുണ്ട്. നന്മത്തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ കനി ഇല്ലേ, ആ അറിവിന്റെ വൃക്ഷമുണ്ട്. ആ പറുദീസയില് ഫലം, അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീട്ടപ്പെട്ടു, വൃക്ഷം മനുഷ്യന് മരണം നൽകി. ഗാഗുൽത്തായിൽ കൈ നീട്ടപ്പെട്ടു, സ്ലീവ മനുഷ്യന് ഉത്ഥാനം അഥവാ നിത്യജീവൻ പ്രദാനം ചെയ്തു. അതിനാൽ കാൽവരി അല്ലെങ്കിൽ ഗാഗുൽത്ത എന്ന് പറയുന്നത് പറുദീസയാണ്. അവിടെ ഈശോ പുതിയ ആദാം, അവസാനത്തെ ആദാമാണ്.
ഇതാണ് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം. എന്ത് മനോഹര വ്യാഖ്യാനമാണ്! എത്രമാത്രം ബൈബിളിൽ അടിസ്ഥാനമിട്ട അടിത്തറയിട്ട വ്യാഖ്യാനമാണ്. അപ്പോൾ ഗാഗുൽത്തായുടെ പ്രതീകമാണ് ഈ 3 പടികള്. ആ ഗാഗുൽത്തായും പറുദീസായും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്നതാണ് ആരാധനക്രമം. ആ ആരാധനക്രമത്തില് ഈ ലിറ്റർജിയില് ആ ഗാഗുൽത്തായും പറുദീസയും തമ്മിൽ ബന്ധം സ്ഥാപിക്കുമ്പോൾ ഉടനെ നമുക്ക് ഓർമ്മ വരുന്നത് ഒന്ന് ജീവന്റെ വൃക്ഷവും മറ്റൊന്ന് അറിവിന്റെ വൃക്ഷവുമാണ്. അറിവിന്റെ വൃക്ഷത്തില് എന്താണ് സംഭവിച്ചത്? പറുദീസായില് ഫലം നീട്ടപ്പെട്ടു. ഈ അറിവിന്റെ വൃക്ഷത്തിന്റെ ആ വൃക്ഷം മനുഷ്യന് മരണം നൽകി. ഗാഗുൽത്തായില് കൈ നീട്ടപ്പെട്ടു, സ്ലീവ, അത് മരത്തിൽ തന്നെയാണ്, പക്ഷെ സ്ലീവ നീട്ടപ്പെട്ടു. സ്ലീവ മനുഷ്യന് നിത്യജീവൻ, പുനരുത്ഥാനം പ്രദാനം ചെയ്തു. അതിനാൽ ഗാഗുൽത്ത പറുദീസയാണ്, യേശു പുതിയ ആദാമാണ്. ഇതാണ് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം. സവിശേഷമായിട്ട് ഈ അഫ്രേം അല്ലെങ്കിൽ എഫ്രേം തിരുമേനി വിശുദ്ധന്റെ ഈ ഇലകള്, ഇപ്പുറത്തുള്ള ഇലകള്, ഇതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്, അത് നമുക്ക് അവസാനം ചർച്ച ചെയ്യാം. ഈ ഇലകള് ഈ പറുദീസായുടെ 3 പടികളുടെ മുകളിലുള്ള ഇലകള്, അത് തോട്ടം, പറുദീസ എന്ന് പറഞ്ഞ തോട്ടം, ഏദൻ തോട്ടത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഗാഗുൽത്തായും തോട്ടമായിരുന്നുവെന്ന് യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 19 അധ്യായം 41 വാക്യം. അത് ഈ ഗാഗുൽത്ത അക്കാലത്ത് ഒരു തോട്ടമായിരുന്നു. മനുഷ്യജീവൻ ആരംഭിച്ചത് പറുദീസ അല്ലെങ്കിൽ ഏദൻ എന്ന് പറയുന്ന തോട്ടത്തിലാണ്. ആ തോട്ടത്തിനോട് ചേർത്ത് കൊണ്ടാണ് പുതിയ ആദാമായ യേശു ഒരു തോട്ടത്തിലാണ്, ഇല്ലേ? അവനെ ക്രൂശിച്ചതിന് തൊട്ടടുത്തൊരു തോട്ടമുണ്ടായിരുന്നു, അവിടെ ഒരു കല്ലറയുണ്ടായിരുന്നു, ആരെയും സംസ്കരിക്കാത്ത കബരിടം അവിടെ സംസ്കരിക്കപ്പെട്ടെന്നാണ്. അപ്പൊ ഗാഗുൽത്ത ഒരു തോട്ടമായിട്ടാണ് യോഹന്നാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏദൻ തോട്ടത്തിന്റെ ഒരു പ്രതീകമാണത്, പറുദീസയുടെ പ്രതീകം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതിയല്ലോ, ജീവന്റെ വൃക്ഷം. ഈ ഏദൻ തോട്ടത്തില് ജീവന്റെ വൃക്ഷം ഉണ്ടായിരുന്നു. ആ ജീവന്റെ വൃക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ സ്ലീവ. വെളിപാട് ഗ്രന്ഥത്തില് 2-ാമത്തെ അധ്യായം പറയുന്നത് വിജയം വരിക്കുന്നവന്, വെളിപാട് ഗ്രന്ഥം 2:7, വിജയം വരിക്കുന്നവന് ജീവന്റെ വൃക്ഷത്തിൽ നിന്നുള്ള കനി കൊടുക്കുമെന്നാണ്. ജീവന്റെ വൃക്ഷത്തിലുള്ള കനി എന്ന് പറഞ്ഞാല് നിത്യജീവൻ. വെളിപാട് പുസ്തകം തന്നെ 22-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം, ആ സിംഹാസനം തൊട്ട് താഴെ നിന്ന് ഒരു അരുവി ഉടലെടുക്കുന്നു. ദൈവം, കുഞ്ഞാട്, അരുവി, പരിശുദ്ധ തൃത്വം. ആ അരുവിയുടെ കരകളിലും ഈ അരുവിയുടെ കരകളിലും ജീവനദിയുടെ കരകളിലും ജീവന്റെ വൃക്ഷം. പക്ഷെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണെന്നറിയാമോ? സിയുലോൺ സോയേസ് എന്നാണ് ഗ്രീക്കിലെ. സിയുലോൺ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കാണത്. തടി അല്ലെങ്കിൽ മരം എന്നാണ് അർത്ഥം. വേറൊരു വാക്കുണ്ട് ഗ്രീക്കില് വൃക്ഷം എന്ന അർത്ഥത്തില്, ഡെൻഡ്രോൺ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ജീവനുള്ള വൃക്ഷം, വെട്ടാത്തത്, ഭൂമിയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. സിയുലോൺ എന്ന് പറഞ്ഞാൽ തടിയാണ്, ടിമ്പർ, തടി, വുഡ്, ആ മരം, അങ്ങനെയാണ് സിയുലോൺ എന്ന വാക്കിനർത്ഥം. അപ്പൊ ജീവന്റെ വൃക്ഷം എന്നതിന് ഡെൻഡ്രോൺ സോയേസ് എന്ന് പറഞ്ഞാൽ ജീവൻ, നിത്യജീവൻ. ഡെൻഡ്രോൺ സോയേസ് എന്ന് പറയാതെ സിയുലോൺ സോയേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജീവൻ നൽകുന്ന വൃക്ഷം ഒരു തടിയാണ്. ആ വാക്കാണ് നമ്മൾ നേരത്തെ കണ്ട 1 പത്രോസ് 2:24 തടിയിൽ കയറി. നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറുന്നതിന് പകരം തടിയിൽ കയറി. അതാണ്, ആ തടിയാണ് ജീവന്റെ വൃക്ഷം. നമുക്ക് ജീവൻ നൽകുന്ന വൃക്ഷം ഒരു തടിയാണ്. സ്ലീവ എന്ന് പറയുന്നത് ഈ തടിയും ആ തടിയിൽ കിടക്കുന്നവനുമാണ്. ചുരുക്കത്തില് ഈ ഞാൻ പറഞ്ഞല്ലോ, ബൈബിളിലെ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട പ്രമേയങ്ങളും ഇങ്ങനെ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ പ്രതീകമാണ് ഈ മാർത്തോമാ സ്ലീവ. അപ്പോ പറുദീസായിലെ ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ നൽകും, വെളിപാട് 2:7. അത് കുരിശാണ്. തോട്ടം, ഏദൻ തോട്ടം, അത് സൃഷ്ടികർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ആരാ സൃഷ്ടികർമ്മം ചെയ്തത്? ദൈവം തമ്പുരാൻ. അപ്പോ ദൈവപിതാവ്, ഏദൻ തോട്ടം, പറുദീസ, ജീവവൃക്ഷം, അറിവിന്റെ വൃക്ഷം. അതിലെ കോൺട്രാസ്റ്റ് അവിടെ യേശു എന്ന രക്ഷകൻ, ജീവവൃക്ഷമായവൻ, തടിയായവൻ. ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും ഉൾച്ചേർത്തിരിക്കുകയാണ്. കൂട്ടത്തിൽ ഏദൻ തോട്ടത്തില് മനുഷ്യനെ ആക്കുമ്പോൾ എന്താ പറഞ്ഞത്? തോട്ടം കൃഷി ചെയ്യാനും അത് സംരക്ഷിക്കാനും മനുഷ്യന്റെ നിയോഗമാണ്. പരിസ്ഥിതി ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ ഇലകള് ചിത്രീകരിച്ചുകൊണ്ട്, ഏദൻ തോട്ടം അവതരിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ നിയോഗവും അവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ സ്രഷ്ടാവായ ദൈവം, രക്ഷകനായ ദൈവം ഇങ്ങനെ
ബൈബിളിൽ ആദ്യത്തെ തിരുനട തുറക്കുമ്പോൾ ഉള്ള സംഗതികൾ മുഴുവൻ പ്രതീകങ്ങളായി ഒരൊറ്റ ചിഹ്നത്തിലേക്ക് ഉൾച്ചേർത്തിരിക്കുകയാണ്, സന്നിവേശിപ്പിച്ചിരിക്കുകയാണ് ഈ മാർത്തോമാ സ്ലീവായിൽ. നമുക്ക് സ്വാഭാവികം ചോദിക്കും, എന്തുകൊണ്ടാണ് യേശുവിന്റെ കുരിശിലും ഇങ്ങനെ കുരിശിലേറിയ അത് ചിത്രീകരിക്കാത്തത്? നമുക്കൊരു ചോദ്യം വളരെ പെട്ടെന്ന് ചോദ്യം ഉത്തരം കിട്ടും. കുരിശുമരണം എന്ന് പറയുന്നത് ഒരു പൗരസ്ത്യ രീതി റോമ സാമ്രാജ്യത്തിലേക്ക് അഡോപ്റ്റ് ചെയ്തതാണ്. റോമൻ പൗരന്മാരല്ലാത്ത അടിമകളെയും കുറ്റവാളികളെയും കൊല്ലാനായിട്ട് ഒരുപാട് പേരെ കുരിശിലേറ്റ് കൊന്നിട്ടുണ്ട്. കുരിശിലേറി മരിച്ചു എന്നതുകൊണ്ട് മാത്രം ആ കുരിശിന് അല്ലെങ്കിൽ കുരിശുമരണത്തിന് പ്രസക്തി വരുമോ? ഇല്ല. കുരിശുമരണത്തിന് പ്രസക്തി വരുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ പറയുന്ന കുരിശിലേറി മരിച്ചവൻ സ്ലീവ, അതായത് യേശുക്രിസ്തു, ദൈവം മനുഷ്യനായ ആളാണ്. ദൈവം മനുഷ്യനായ ആള്, പാപമില്ലാത്ത പരിപൂർണനായ എല്ലാം തികഞ്ഞ മനുഷ്യൻ. ആ ദൈവം മനുഷ്യനായ ആളായതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ അവനിലേക്ക് എടുത്ത് അത് ചുമന്നു കൊണ്ടുപോയി അത് ബലി അർപ്പിക്കാൻ, കുരിശിൽ ബലി അർപ്പിക്കാൻ അവന് കഴിഞ്ഞു. അപ്പൊ അവന്റെ കുരിശമരണം എന്ന് പറയുന്നത് സാധാരണ ഒരു കുറ്റവാളിയുടെ കുരിശമരണം പോലെയല്ല. അതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ട്, അവനങ്ങനെ മരിച്ച് തീർന്നു പോയാല് അല്ലേ, അവിടെ വെച്ചിട്ട് ഈ ബലിയൊക്കെ തന്നെ അത് തീർന്നു വിചാരിക്കുക. അപ്പോൾ ഭൂതകാലത്ത് നടന്നൊരു ചെറിയ ഒരു സംഭവം മാത്രം പറ്റുന്നത് അവശേഷിക്കും. ഇന്ന് പ്രസക്തി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇന്നും പ്രസക്തി ഉണ്ടാകുന്ന എങ്ങനെയാണ്? അവൻ മരിച്ചവന് ഉത്ഥാനം ചെയ്തു. എങ്ങനെ? ശരീരത്തോടു കൂടി ഉത്ഥാനം ചെയ്തു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കല്ലറയില് യേശുവിനെ വെച്ച കബറിടത്തിൽ അവന് ശരീരം ഉണ്ടായിരുന്നില്ല, തുണികളെ ഉണ്ടായിരുന്നുള്ളൂ. യോഹന്നാൻ സുവിശേഷം 20 അധ്യായം 1 മുതൽ 8 വരെ നമുക്ക് വായിക്കാം. യോഹന്നാൻ 20, 1 മുതൽ 8 വരെ. ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് കാസ 3 പ്രാവശ്യം മുട്ടിക്കുന്നതും അതിനു മുമ്പ് ഈ ശോശപ്പ കൊണ്ട് മൂടുന്നതും ഒക്കെ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് സീറോ മലബാർ സഭയിലും മലങ്കര സഭയിലും ചെയ്യുന്നത്. അപ്പോൾ ആ കബറിടത്തിൽ യേശുവിന് ശരീരമില്ല, തുണികളേ ഉള്ളൂ. ശരീരത്തോടു കൂടി അവൻ ഉത്ഥാനം ചെയ്തു. ശൂന്യമായ കല്ലറ വളരെ പ്രധാനപ്പെട്ടതാണ് യേശുവിന്റെ ഉത്ഥാനത്തില്. ശൂന്യമായ കുരിശ് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് വെറും ശൂന്യമല്ല, അതിലേക്ക് നമ്മൾ വരികയാണ്. ഇത് വെറുതെ ശൂന്യമായി കിടക്കുകയല്ല. ഈ കബറിടം, യേശുവിന്റെ കബറിടം പോലെ ശൂന്യമായി കിടക്കുകയാണ്. അതിന്റെ അടുത്തൊരു പ്രതീകം കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ പൂർണ്ണമായ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുക. അപ്പോൾ യേശു കുരിശിൽ മരിച്ചത് കൊണ്ട് മാത്രം രക്ഷയാകുന്നില്ല. നമ്മളെ ജീവന്റെ അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് അന്തിമഘട്ടത്തിലേക്ക്, പുനരുത്ഥാനം എന്ന് പറയുന്ന ജീവന്റെ അവസാന ഘട്ടത്തിലേക്ക്, അതായത് നമുക്കൊരു ഉദാഹരണം വേണമെങ്കിൽ സസ്യജീവൻ, മൃഗജീവൻ, മനുഷ്യജീവൻ, നിത്യജീവൻ. അപ്പൊ ജീവന്റെ ഒരു പരിണാമമുണ്ട്. അവസാനത്തത് നിത്യജീവനാണ്. സസ്യജീവൻ, മൃഗജീവൻ, മനുഷ്യജീവൻ ഒരു ഘട്ടത്തിലേക്ക് കടന്നാലല്ലേ ജീവന്റെ പരിണാമം അതിന്റെ പൂർണ്ണതയിലെത്തുള്ളൂ. ആ പൂർണ്ണതയിലെത്തുന്ന നിത്യജീവൻ എന്ന് പറയുന്ന, പുനരുത്ഥാനം എന്ന് പറയുന്ന ആ ജീവന്റെ, പുതിയ ജനുസിലുള്ള ജീവന്റെ നമ്മുടെ ശരീരത്തിന് പുതിയ തരത്തിൽ ജീവിക്കാനുള്ള ഒരു ഇടം, അതാണ് ഈ സ്വർഗം എന്ന് പറയുന്നത്, നിത്യജീവൻ എന്ന് പറയുന്നത്. അത് യേശു ഉദ്ഘാടനം ചെയ്തു മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തുകൊണ്ട്. ഉത്ഥാനം ചെയ്തതോ ശരീരത്തോടു കൂടെയാണ്. ശരീരമുണ്ട്, എന്നാൽ ഭൗതിക ശരീരത്തിന്റെ പരിമിതികളില്ല. ജനലും വാതിലൊക്കെ അടച്ചാലും അവന് വരാം. പക്ഷേ അവന് ഭൂതമല്ല താനും. ഭൂതത്തിന് ശരീരമില്ലല്ലോ, എനിക്ക് ശരീരമുണ്ടല്ലോ എന്നെല്ലാം കർത്താവ് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ശരീരത്തോടു കൂടി ഉയർത്തു, എന്നാൽ ഭൗതിക പദാർത്ഥത്തിന്റെ പരിമിതികളില്ല. അങ്ങനെയുള്ള ശരീരത്തോടു കൂടി ഉയർത്തവൻ കല്ലറയിൽ ആ ശരീരം രൂപാന്തരപ്പെട്ട് പോകുകയാണ്. അത് തന്നെയാണ് ഈ കുരിശ്. ആ ശൂന്യമായ കല്ലറയുടെ പ്രതീകമാണ് ഈ മാർത്തോമാ സ്ലീവ. അവിടെ അവന്റെ ശരീരമില്ല, പക്ഷെ അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഉയർത്തില്ലായിരുന്നെങ്കിൽ ഈ കുരിശ് വെറും ശിക്ഷയുടെ ഉപകരണമായി അധപതിച്ചേനെ. ഇപ്പൊ അത് രക്ഷയുടെ ഉപകരണമായി നിൽക്കുന്നത് ഈ കുരിശിൽ മരിച്ചവൻ, ആ സ്ലീവ, അവൻ ഉത്ഥാനം ചെയ്തതുകൊണ്ട്. അതുകൊണ്ടാണ് ഈ ക്രൂശിത രൂപം അത് ഈ മാർത്തോമാ സ്ലീവായിൽ ഇല്ലാത്തത്. ചുരുക്കത്തിൽ ശൂന്യമായ കല്ലറയും ഉത്ഥാനം ചെയ്ത യേശുവിനെയും വളരെ ഭംഗിയായിട്ട് ആവിഷ്കരിക്കുന്ന ഒരു ചിഹ്നമാണ് മാർത്തോമാ സ്ലീവ. സഹനത്തിനും അതുവഴി ഉളവായ എല്ലാ ഫലങ്ങൾക്കും അവര് പഴയ കാലത്ത് സ്ലീവ എന്നാണ് പറഞ്ഞിരുന്നത്. തീയോദോറിന്റെ വാക്കുകളാണ്. സഹനത്തിനും കുരിശുമരണത്തിനും അതുവഴി ഉളവായ എല്ലാ ഫലങ്ങൾക്കും
അക്കാലത്ത് സ്ലീവ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത്. സ്ലീവ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ദൈവശാസ്ത്രങ്ങളൊക്കെ ഉൾച്ചേരുന്ന ഒരു വാക്കാണ്. എല്ലാം ഒറ്റ വാക്കിൽ അവതരിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇടയ്ക്കിടയ്ക്ക് കോട്ട് ചെയ്യുന്നൊരു പണ്ഡിതനുണ്ട്, യുഗ്മാൻ. ആരാധനക്രമത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അന്തിമം. അദ്ദേഹം പറയാണ്, ഈ യുഗ്മാൻ പറയാണ്, ആദ്യ നൂറ്റാണ്ടുകളിൽ സഭ ഉപയോഗിച്ച കുരിശിൽ യേശുവിന്റെ രൂപം ഇല്ലായിരുന്നു. ആദിമ നൂറ്റാണ്ടുകളിൽ സഭ ഉപയോഗിച്ച കുരിശിൽ യേശുവിന്റെ രൂപം ഇല്ലായിരുന്നു. കുരിശ് അതുണ്ടായിരുന്നു, എന്നാൽ അത് തേജസ്സിന്റെ മഹത്വീകൃത രൂപത്തിലായിരുന്നു അവതരിപ്പിച്ചത്. അല്ലാതെ യേശു കുരിശിൽ മരിച്ചു കിടക്കുന്നതായിട്ടല്ല, മഹത്വീകൃതനായിട്ട്, അതായത് ഉത്ഥാനം ചെയ്തു പോയി. ആ രീതിയിലാണ് അവതരിപ്പിച്ചിരുന്നത്. ഈ യുഗ്മാൻ എന്ന് പറഞ്ഞാൽ വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പണ്ഡിതനാണ്. ഞാൻ പറഞ്ഞല്ലോ, ആരാധനക്രമം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകളായിരുന്നു അവസാനം. അത്രമാത്രം അറിവുള്ള മനുഷ്യനാണ്. ബെനഡിക്ട് മാർപ്പാപ്പ അദ്ദേഹത്തെ കോട്ട് ചെയ്യുന്നതിന് കാരണം അതാണ്. വിജയ ചിഹ്നം പോലെയാണ് ഇത് ആലേഖനം ചെയ്തത് അദ്ദേഹം പറയാണ്. എന്നാൽ ക്രൂശിതനായ ക്രിസ്തുവിനെ അതിൽ ചേർക്കാനായിട്ട് പലയിടത്തും തുടങ്ങിയപ്പോൾ റോമായിലെ ചിത്രകലയിലും അത് സ്ഥാനം പിടിച്ചു. രാജാവിന്റെ സിംഹാസനമാണ് കുരിശ്, രാജാവിന്റെ സിംഹാസനം. അതിനാൽ മുൾക്കിരീടമല്ല, രാജകീയ കിരീടമാണ് ഈ കുരിശിൽ ഉണ്ടായിരുന്നേ. മുൾക്കിരീടമല്ല, രാജകീയ കിരീടം. രാജകീയ കച്ച കുരിശിലുണ്ട്, രാജകീയ കച്ച. അവൻ ശരീരത്തിൽ ഉത്ഥാനം ചെയ്ത് കാണിക്കാൻ. ശൂന്യമായ കബറെടുത്തുള്ളതുപോലെ ഈ രാജകീയ കച്ച സ്ലീവായിലുണ്ടായിരുന്നു. അവന്റെ പാദപ്പെടുത്ത് നിൽക്കുന്ന സഭ പ്രത്യാശയോടെ അവനിലേക്ക് നോക്കുന്നു. അപ്പോഴോ യഹൂദന്റെ സിനഗോഗ് എന്ന് വെച്ചാൽ യഹൂദന്മാര് നാണത്തോടെ പുറംതിരിഞ്ഞു പോകുന്നു. ഇത് യുഗ്മാന്റെ വാക്കുകളാണ്. എന്ന് വെച്ചാൽ പണ്ട് കാലത്തുള്ള കുരിശിലൊന്നും തന്നെ ക്രൂശിത രൂപം ഉണ്ടായിരുന്നില്ല. പിന്നീട് ചിത്രകലയ്ക്ക് പ്രാധാന്യം വന്നു തുടങ്ങിയപ്പോഴാണ് ഈ കർത്താവ് കിടക്കുന്ന ഭക്തിയുടെ അതിപ്രസരം, ദൈവശാസ്ത്രം മാറി ഭക്തി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവ്. അത് മോശമൊന്നുമല്ല, ഞാൻ എത്രയോ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നു, മോശമൊന്നുമല്ല. പക്ഷേ ഇതിന് ഇതിൻ്റെതായ ദൈവശാസ്ത്രമുണ്ട്, അതിന് അതിൻ്റെതായ ദൈവശാസ്ത്രമുണ്ട്. ഒന്ന് മറ്റൊന്നിനെ നിരാകരിക്കല്ല, പൂരകമാണ്. പക്ഷെ ഇതിനെ നിഷേധിച്ചുകൊണ്ടല്ല അതിനെ നമ്മൾ ആശ്ലേഷിക്കേണ്ടത്. ഇറാഖിൽ നിന്നും കണ്ടെടുത്ത 2-ാം നൂറ്റാണ്ടിലെ കല്ലറകളിൽ സ്ലീവ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഞാൻ കുരിശിന്റെ പുകഴ്ചയുടെ സെപ്റ്റംബർ 14 കുരിശിന്റെ പുകഴ്ചയുടെ അന്ന് വളരെ ദീർഘമായിട്ട് കുരിശിനെ കുറിച്ച് പറഞ്ഞിരുന്നു. യഹൂദന്മാരും കുരിശ് ഒരു അടയാളം ഉപയോഗിച്ചിരുന്നൊക്കെ, അതൊക്കെ നിങ്ങൾ കേൾക്കുക. ആദിമസഭ സ്ലീവായെ, അതായത് സ്ലീവായിൽ മരിച്ച ഉയർത്തെഴുന്നേറ്റ മിശിഹായെ വിജയത്തിന്റെ ആളായിട്ടാണ് കണ്ടിരുന്നത്. അതിനാൽ തന്നെ സ്ലീവായിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയെ അവർ ചിത്രീകരിച്ചില്ല. ശൂന്യമായ സ്ലീവായും ശൂന്യമായ കല്ലറയും അവർക്ക് ഉത്ഥിതന്റെ സജീവ പ്രതീകങ്ങളാണ്. ഇനി ഇതിന്റെ അഗ്രങ്ങളില് ഇവിടെയൊക്കെ ഇല്ലേ ഈ മുകുളങ്ങള് വിരിയാൻ പോകുന്ന മുട്ടുപോലെ. ഈ ഇടയ്ക്കൊന്ന് പറയട്ടെ, ഈ ഇവിടത്തെ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചീട്ടിലെ ക്ലാവർ പോലെ തോന്നിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ചിലതിന് ക്ലാവർ കുരിശെന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നത്. അവര് ക്രിസ്ത്യാനികളാണോ? അവർക്ക് ഇതിനോട് വെറുപ്പുണ്ട് അല്ലെങ്കിൽ എതിർപ്പുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ കുരിശിനെ അവമാനിക്കാമോ? കുരിശിന്റെ എതിരാളികളല്ലേ അവര്? ക്ലാവർ കുരിശെന്നൊക്കെ പറഞ്ഞതിനെ അവമാനിക്കാമോ? അവർക്ക് ചരിത്രം അറിയില്ല, ദൈവശാസ്ത്രം അറിയില്ല. കുരിശിനെ അവമാനിക്കുന്ന അവര് കുരിശിന്റെ ശത്രുക്കളാണ്. കോറിന്തോസ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ പോലെ അവർ കുരിശിന്റെ ശത്രുക്കളാണ്. നമുക്കൊരു എതിർപ്പുള്ള ഒരാളോട് പോലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെയും ഇതുപോലെ കളിയാക്കാൻ പാടുണ്ടോ? ക്ലാവർ കുരിശെന്ന് പറഞ്ഞ് കളിയാക്കുന്നത് ഈ ഇത്രയും ഭാഗം മാത്രം കണ്ടുകൊണ്ടാണ്. അത് ചെയ്യുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിങ്ങനെ മൊട്ടുകളാണ് അഗ്രങ്ങളിൽ. ഞാൻ നേരത്തെ പറഞ്ഞു, വെളിപാട് പുസ്തകം 22-ാം അധ്യായം 1-2 വാക്യങ്ങള്, ദൈവത്തിന്റെ ഈ കുഞ്ഞാടിന് സിംഹാസനം, അതിന് തൊട്ട് താഴെന്ന്, ആ സിംഹാസനം തൊട്ട് താഴെന്ന് ജീവജലത്തിന്റെ അരുവി, അതിന്റെ ഇരു കരകളിലും ജീവവൃക്ഷം, അതിന്റെ 12 മാസം അത് കായ്ക്കുന്നു ഫലങ്ങള്, അതിന് ഇലകള് ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളതാണ്. 12 മാസവും ഫലം തരുന്ന ജീവവൃക്ഷം, ആ ഫലം തരുന്ന മുകുളങ്ങളായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്, ഫലങ്ങള്. അപ്പോ ജീവന്റെ വൃക്ഷം എന്നുള്ളതിന് കുറച്ചുകൂടി അർത്ഥം വരികയാണ്. കുരിശ് ജീവന്റെ വൃക്ഷം നമ്മൾ കണ്ടു കഴിഞ്ഞു, അതിനുപയോഗിച്ച വാക്കുകളും കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ജീവിക്കുന്ന തടിയാണ്, ജീവിക്കുന്ന സ്ലീവയാണ്, ജീവിക്കുന്ന വൃക്ഷമാണ്, ജീവവൃക്ഷമാണ് ഈ യേശുക്രിസ്തു എന്ന ആ സത്യം
കുറച്ചുകൂടി ഇങ്ങനെ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ മുകുളങ്ങള് ഇല്ലേ. ജീവിക്കുന്ന വചനം, ജീവിക്കുന്ന സ്ലീവ, ആ അർത്ഥമാണ് കൊടുക്കുന്നത്. അപ്പൊ ചത്തൊരു തടിയല്ല സ്ലീവ, ജീവിക്കുന്ന യേശുവാണ്. അവൻ ഫലം ചൂടുന്നു 12 മാസവും. അവന്റെ ഇലകള്, അതിന്റെ ഇലകള്, ജീവവൃക്ഷത്തിന്റെ ഇലകള് ജനതകളുടെ രോഗശാന്തിക്കുള്ളതാണ്. വെളിപാട് പുസ്തകം ഞാൻ പറയണേ, ബൈബിളിലുള്ളതാണ്. അത് അക്ഷരങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ചിത്രത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് അക്ഷരങ്ങൾ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചിത്രവും വിഗ്രഹമല്ല. കാർബണും പേപ്പറുമാണ് ഈ അക്ഷരങ്ങൾ. അത് വിഗ്രഹമായിട്ട് കണക്കാക്കുന്നില്ല ഈ കത്തോലിക് സഭയിൽ നിന്ന് വിട്ടുപോയവര്. പിന്നെ ഇതെങ്ങനെ വിഗ്രഹമാകണേ? അതില് ഇല്ലേ അക്ഷരങ്ങളുണ്ട്. ഇവിടെ പെയിന്റ്, അവിടെ കാർബൺ, ഇവിടെ പെയിന്റ്, അത്ര വ്യത്യാസമേ ഉള്ളൂ. ചിത്രകല, ചിത്രമെഴുത്ത് എന്നാണ് പറയാ. ചിത്രമെഴുത്ത് പണ്ട് ഈ ഇപ്പം ചൈനീസ് ഭാഷ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിത്രങ്ങളാണ്. നമ്മളെ പോലെ ആ ഈ എന്നുള്ള അക്ഷരങ്ങളല്ല, ചിത്രങ്ങളാണ്. ഓരോ അക്ഷരവും ചിത്രമാണ്. ക്യുണൈഫം എന്ന് പറഞ്ഞ ചിത്രമാണ്. ചിത്രത്തിൽ നിന്നാണ് അക്ഷരങ്ങൾ ഉണ്ടായത്. അപ്പൊ ചിത്രമാണ് അക്ഷരമാല. അപ്പൊ അക്ഷരങ്ങൾ വിഗ്രഹമല്ലെങ്കിൽ ചിത്രകലയും വിഗ്രഹമല്ല. ഇത് പെന്തക്കോസ്ത് ദൈവസഭക്കാർ ആദ്യം പോയിട്ടൊന്ന് പഠിക്കുക, എന്നിട്ട് ഇതിന് വിമർശിക്കാൻ വരാം. ഈ കാര്യങ്ങൾ ഇതിന് ചരിത്രം അറിയാതെ വെറുതെ വന്നിരുന്ന് കുത്തിയിരുന്നിട്ട് സത്യവേദ പുസ്തകം എങ്ങനെയാണ്, സത്യവേദ പുസ്തകം എങ്ങനെയാന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിട്ട് കാര്യമില്ല. കമന്റ് നിങ്ങൾ ഇട്ടോ, അതെനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾ എന്താ ചിന്തിക്കുന്ന അറിയാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അതിനെ കുറ്റപ്പെടുത്തല്ല, പക്ഷെ വിവരം വേണം കുറച്ചൊക്കെ. അതിനുവേണ്ടി പറയുന്നതാണ്, പഠിക്കണമെന്ന് പറയാണ്. മാത്രമല്ല കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചു വരികയും വേണം. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, അതല്ലേ വേണ്ടത്. ഇനിയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ശൂന്യമായ കല്ലറ വെറുതെ ശൂന്യമാകുകയല്ലോ ചെയ്തത്, അവൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. അപ്പോഴേ ശൂന്യമായത്. അതെങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റത്? അതിന് ബൈബിളിൽ 2 തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എഗെയ്റോ എന്ന വാക്കുണ്ട്, അനസ്താസ് എന്ന വാക്കുണ്ട്, യേശുവിന്റെ ഉത്ഥാനം സൂചിപ്പിക്കാൻ. കുറെ തിരുവചനങ്ങൾ പറഞ്ഞത് യേശു ഉയർത്തെഴുന്നേറ്റു എന്നാണ്, ഹി റോസ് ഫ്രം ദ ഡെഡ്. പക്ഷെ വലിയൊരു വിഭാഗം തിരുവചനങ്ങൾ പറയുന്നത് ഹി വാസ് റേസ്ഡ് എന്നാണ്. ഹി വാസ് റേസ്ഡ്, അവൻ ഉയർപ്പിക്കപ്പെട്ടു. വേറെ ആരോ ഉയർപ്പിച്ചെന്നാണ്. അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഹി വാസ് റേസ്ഡ്, ഹി വാസ് റേസ്ഡ്. ഹി റോസ് ഫ്രം ദ ഡെഡ് എന്നല്ല, ഹി വാസ് റേസ്ഡ്. വേറെ ആരോ ഉയർപ്പിച്ചെന്നാണ്. ആരാണ് ഉയർപ്പിച്ചത്? ആരാണ് ഉയർപ്പിച്ചത്? ദൈവത്തിന്റെ ആത്മാവ് എന്ന് റോമാലേഖനം 8:11 പൗലോസ് എഴുതിയിട്ടുണ്ട്. അവനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ്. ഉയർപ്പിച്ചത് ദൈവം. ആ ദൈവം പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവിലൂടെ. യേശു ജനിച്ചതും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെയാണ്. യേശു ഉയർപ്പിക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെയാണ്. പരിശുദ്ധാത്മാവാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രതീകമാണ് പ്രാവ്. പ്രാവ് അവരോഹണ രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്, ഇല്ലേ? അവരോഹണ രൂപത്തില് സ്ലീവ ഇങ്ങനെ ചുംബിച്ച് നിൽക്കുന്ന തരത്തില്, യേശുവിനെ ചുംബിച്ച് നിൽക്കുന്ന തരത്തില് യേശുവിനെ ഉയർത്തിക്കൊണ്ട് പോകാൻ വരുന്ന പരിശുദ്ധാത്മാവ്, സ്ലീവായിലേക്ക് പറന്നിറങ്ങുന്ന പരിശുദ്ധാത്മാവ്, പ്രാവ്, എന്നിട്ട് യേശുവിനെ ഉയർപ്പിച്ചു കൊണ്ടുപോകുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 1:10 വളരെ മനോഹരമായ ഒരു സംഗതിയുണ്ട്. യേശു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ഇങ്ങനെ കയറി കഴിഞ്ഞിട്ടല്ല, കയറുമ്പോൾ, അനാബൈനോൻ എന്നാണ് വാക്ക്. അനാബൈനോൻ, കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആരോഹണ പ്രക്രിയയാണ് യേശു. ആ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ കത്തബൈനോൻ അവൻ ഇറങ്ങിക്കൊണ്ടിരുന്നു. യേശു കയറിക്കൊണ്ടിരുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കൊണ്ടിരുന്നു. അതിന് കത്തബൈനോൻ എന്ന ഗ്രീക്ക് വാക്ക്, അവരോഹണം. പരിശുദ്ധാത്മാവ് അവരോഹണത്തില്, യേശു ആരോഹണത്തില്. അങ്ങനെ പരിശുദ്ധാത്മാവും യേശു കണ്ടുമുട്ടി. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ ഇരുന്നു. അവൻ പരിശുദ്ധാത്മാവിന്റെ വാഹകനായി. നമുക്കിതിന്റെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഉൽപ്പത്തി 1:2 ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ആ ചലനം പ്രാവിന്റെ ചലനം പോലെയായിരുന്നു എന്നാണ് റബ്ബിമാര് പഠിപ്പിക്കണേ. ഉൽപ്പത്തി ഗ്രന്ഥത്തിലെ 8-ാമത്തെ അധ്യായത്തില് നോഹയുടെയും പെട്ടകത്തിൽ നിന്നും പറഞ്ഞയച്ച പ്രാവ്, അത് സമാധാനത്തിന്റെയും രക്ഷയുടെയും നവീകരണത്തിനും ചിഹ്നമാണ്. ലേവ്യരുടെ ഗ്രന്ഥത്തില് 12-14 അധ്യായത്തില് കാണിക്ക കൊടുക്കുന്നത്, ഇല്ലേ, ദരിദ്രരെ കാണിക്ക കൊടുക്കുന്നത് പ്രാവിനെയാണ്. ലൂക്ക 2:24 തിരുക്കുടുംബം ചെയ്തതും അങ്ങനെ തന്നെയാണ്. ഈ ഒരു മൃദുസ്വരം, സ്വർഗത്തിൽ നിന്ന് ഒരു മൃദുസ്വരം, ബത്ത് കോൽ എന്നാണ് അതിന്റെ ഹീബ്രു. ബത്ത് കോൽ, ബത്ത് എന്ന് പറഞ്ഞാൽ ഡോട്ടർ, കോൽ എന്ന് വെച്ചാൽ വോയിസ്.
ദ വോയിസ് ഓഫ് ദ ഡോട്ടർ ഓഫ് ദ വോയിസ് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ മകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദം. അതായത് അതിനെ ബത്തുകോൽ, ദൈവം സംസാരിക്കുന്ന ശബ്ദമായിട്ടാണ് അതിന് ഈ മൃദുസ്വരം എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുക. ബത്തുകോൽ അതായത് ശബ്ദത്തിന്റെ മകള് എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദം. അത് പ്രാവിന്റെ കുറുകലാണെന്നാണ് സഭാപിതാക്കന്മാർ പറയണേ. ഈ ബത്തുകോൽ എന്ന് പറയുന്നത് സ്വർഗത്തിലെ സന്ദേശം കൈമാറുന്ന പ്രാവിന്റെ കുറുകലാണെന്നാണ്. നമ്മൾ ചില ഈ പുരാണങ്ങളിലൊക്കെ കാണില്ലേ, സന്ദേശം കൈമാറുന്ന പ്രാവ് വന്നിരിക്കുന്നു, പ്രാവ് ഒരു സന്ദേശവുമായിട്ട് വരുന്നു. അതൊക്കെ ഇതിന്റെ വെളിച്ചത്തിലാണ് അതൊക്കെ ഉണ്ടായത്. ചുരുക്കത്തില് പ്രാവിന്റെ ശബ്ദമാണ് ഈ ദൈവത്തിന്റെ സ്വരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വർഗത്തിന് സ്വരമുണ്ടായി. ആ സ്വരം എന്നുള്ളത് ഉപയോഗിക്കുന്ന വാക്ക് ബത്തുക്കോൽ എന്നാണ്. ബത്തുക്കോൽ എന്ന് വെച്ചാൽ ശബ്ദത്തിന്റെ മകള്, ചെറു ശബ്ദം, മൃദുസ്വരം. അതെല്ലാം ഈ പരിശുദ്ധാത്മാവിലേക്ക് കൈചൂണ്ടുകയാണ്. 3:22 ലൂക്കാസ് 3:22 പറയുന്നത്, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ ദേഹരൂപത്തിൽ ഇൻ ദ ബോഡിലി ഫോം ഓഫ് എ ഡഫ്. പരിശുദ്ധാത്മാവിന് ദേഹരൂപമുണ്ട്. യേശുവിന് മനുഷ്യരൂപമുള്ളതുപോലെ പരിശുദ്ധാത്മാവിന് ദേഹരൂപമുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ ദേഹരൂപത്തിൽ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ലൂക്കാസ് 3:22. യോഹനം 3:16 സ്നാപയോഹനം പറയുന്നുണ്ട്, എനിക്കും അവനെ അറിയില്ലായിരുന്നു. കസിൻ എന്ന നിലയ്ക്ക് അറിയാം, പക്ഷേ ഇവൻ ദൈവം തന്നെയായ ഏകജാതനായ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ആരുടെ മേൽ വന്ന് വസിക്കുന്നുവോ അവനാണ് ദൈവപുത്രൻ. അങ്ങനെ എന്നെ അയച്ചും വെളിപ്പെടുത്തിയിരുന്നു. ഞാനത് കണ്ടു. ഈ നസറത്തിലെ യേശുവാണ് അത്. അവന്റെ മേലെ പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് കൂടാരമടിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. യോഹന്നാൻ 3:16. ഈ ആത്മാവ് യേശുവിൽ വസിക്കുന്നത് കൊണ്ടാണ് അവന് ആത്മസ്നാനം നൽകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സ്നാപയോഹന്നാനെ പോലെ ജലസ്നാനമേ ആകൂ. പരിശുദ്ധാത്മാവ് യേശുവിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് അവൻ നൽകുന്ന സ്നാനം ആത്മസ്നാനമാകുന്നത്. അല്ലെങ്കിൽ സ്നാപകനെ പോലെ വെറും ജലസ്നാനമായി മാറിയാനെ. ഈ ആത്മസ്നാനം എപ്പോഴാണ് നടക്കുന്നത്? യേശു പറയുന്നത് എന്താണ്? എനിക്ക് ഒരു മാമോദിസ കൂടി മുങ്ങാനുണ്ട്. ലൂക്കായുടെ സുവിശേഷം 12:50 പറയാണ്, എനിക്കൊരു മാമോദിസ മുങ്ങാനുണ്ട്, അത് പൂർത്തിയാകുന്ന വരെ ഞാൻ അസ്വസ്ഥനാണ്. ആ മാമോദിസ ഏതാണ്? കാൽവരി, കുരിശ്. ആ കുരിശിൽ വെച്ചാണ് അവൻ മരിച്ചപ്പോഴാണ് അവൻ ആത്മസ്നാനത്തിനുള്ള ജീവജലം നൽകിയത്. ആത്മസ്നാനത്തിന് വേണ്ടിയുള്ള ജീവജലം നൽകിയത് യേശു പാർശ്വം പിളർന്നിട്ടാണ്. അപ്പൊ യോർദാനിലെ ജലസ്നാനത്തിൽ നിന്ന് കാൽവരിയിലെ ജീവജലത്തിലേക്കുള്ള ഒരു യാത്രയുണ്ട്. ജലസ്നാനത്തിൽ നിന്നും ആത്മസ്നാനത്തിലേക്കുള്ള യാത്ര. ഈ യാത്രയിൽ അങ്ങനെ കുരിശിൽ മരിക്കുമ്പോഴാണ് പ്രാവിനെ നൽകാൻ, അതായത് ജീവജലമായ പരിശുദ്ധാത്മാവിനെ നൽകാൻ യേശു നൽകുന്ന അപ്പോഴാണ്. ചുരുക്കത്തിൽ യോർദാനിലെ ജലസ്നാനത്തിന് യഥാർത്ഥ അർത്ഥം വരുന്നത് കാൽവരിയില് ഗാഗുൽത്തായില് അവന് പാർശ്വം പിളർന്ന് ജീവജലമായിട്ട് പരിശുദ്ധാത്മാവിനെ ദേഹരൂപത്തിൽ അവന്റെ മേൽ വന്ന പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകിയപ്പോഴാണ്. ചുരുക്കത്തിൽ മാമോദീസായിലെ റൂഹായെ സ്ലീവായുടെ റൂഹായായി യേശു അവതരിപ്പിക്കുകയാണ്. മാമോദീസായിലെ റൂഹായെ, പ്രാവിനെ സ്ലീവായുടെ റൂഹയായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ സ്ലീവ വെറും ഉപകരണമല്ലല്ലോ, ഉത്ഥാനത്തിന്റെ സജീവ ചിഹ്നമല്ലേ? ഉത്ഥാനത്തിന്റെ സജീവ ചിഹ്നമാണ്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഗതികളുണ്ട്. ഈ യേശു വെളിപാട് ഗ്രന്ഥത്തില് ദൈവത്തെ ആൽഫയും ഒമേഗയുമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ആൽഫയാണ് ഒമേഗയാണ്. യേശുവിനെയും ഞാൻ ആൽഫയാണ് ഒമേഗയാണ് എന്ന് അവതരിപ്പിക്കുന്നുണ്ട്. ഈ ആൽഫ ഒമേഗ അത് കൂട്ടിച്ചേർത്താല് ഈ ആൽഫ ആദ്യത്തെ അക്ഷരമാണ്. അക്ഷരങ്ങൾക്ക് സാംഖ്യിക മൂല്യമുണ്ട്. ഒന്നാമത്തെ അക്ഷരത്തിന് 1 എന്നാണ് അർത്ഥം. 1 ഒരു മൂല്യം 1. അവസാനത്തെ അക്ഷരമാണ് ഒമേഗ. ഞാൻ ആദിയും അന്തവുമാണ്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്. ആദ്യം ആൽഫയ്ക്ക് 1 മൂല്യം, ഒമേഗയ്ക്ക് 800 മൂല്യം. അപ്പൊ ഞാൻ ആൽഫയും ഒമേഗയുമാണെന്ന് പറഞ്ഞാൽ ഞാൻ 801. അതാണ് സാംഖ്യിക മൂല്യം. അപ്പോൾ ലോഗോസ് എന്ന ദൈവം യേശു ആൽഫയും ഒമേഗയുമായതിനാൽ അവന്റെ സാംഖ്യിക മൂല്യം 801. ഗ്രീക്ക് ഭാഷയില്
പ്രാവ് എന്നുള്ള വാക്ക് എന്താണ്? പെരിസ്റ്റെറ എന്നാണ്. പെരിസ്റ്റെറ. അതിലത്തെ ഓരോ അക്ഷരത്തിനും മൂല്യമുണ്ട്. ഇതുപോലെ ആദ്യത്തെ അക്ഷരം പി, ഗ്രീക്കിൽ പി, നമ്മൾ പൈന്ന് പഠിച്ചിട്ടില്ലേ കണക്കിൽ, ആ പി അത് 80 അതിന്റെ മൂല്യം. ഇ, പി ഇ, പെരിസ്റ്റെറ എന്നുള്ളത് പി ഇ അഞ്ചാമത്തെ അക്ഷരമാണ്, 5 അതിന്റെ മൂല്യം. 6 പെരി എന്നുള്ളത് അല്ലേ, പി ഇ ആർ, 100 അതിന്റെ മൂല്യം. പിന്നെ പെരി, ഐ 10ാമത്തെ അക്ഷരമാണ്, 10 മൂല്യം. പെരിസ്റ്റെറ പിന്നത്തെ എസ് ആണ് അക്ഷരം, 200 മൂല്യം. അപ്പൊ പെരിസ്, പിന്നെ ടി അതിന് 300 മൂല്യം. പിന്നെ വീണ്ടും 6 പെരിസ്റ്റെറ എന്ന വാക്കിൽ 6 വീണ്ടും വരും, 100. പിന്നെ ഐ 1, സോറി പെരിസ്റ്റെറ എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരം എ ആണ്, ഐ അല്ല എ, ആൽഫ 1. അപ്പൊ മൊത്തം കൂട്ടിയാൽ എത്രയായി? 801. പ്രാവ് എന്നതിന്റെ സാംഖിക മൂല്യം 801. ആൽഫയും ഒമേഗയുടെയും സാംഖിക മൂല്യം 801. അതായത് പ്രാവിനും ആൽഫയും ഒമേഗയുമായ ദൈവപിതാവിനും പുത്രൻ തമ്പുരാനും ഒരേ സാംഖിക മൂല്യമാണ് 801. യേസുസ് എന്ന വാക്കിന്റെ സാംഖിക മൂല്യവും 800 ആണ്. 800. 8ാം ദിവസം എന്ന് പറയുന്നത് ഇല്ലേ, 8ാം ദിവസം ഉത്ഥാനത്തിന്റെ ദിവസമാണ്. യേശുവിന്റെ സാംഖിക മൂല്യം 888 ആണ്. 800 അല്ല, 888 യേശുസിന്റെ. ഇതൊക്കെ 8 ഈ രക്ഷാകരമായിട്ട് വളരെ പ്രധാനപ്പെട്ട സംഖ്യയാണ്. 7 പ്രധാനപ്പെട്ടതുപോലെ തന്നെ 8ഉം പ്രധാനപ്പെട്ടതാണ്. 888 എന്നാണ് യേസുസ് എന്ന നാമത്തിന്റെ സാംഖിക മൂല്യം. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രാവിന് ഈ സാംഖിക മൂല്യം അനുസരിച്ചും ലോഗോസുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ട് ഒന്നിടും കുറിച്ച് വെച്ചോളോട്ടോ, എന്നാലേ മനസ്സിലാകും. ഈ പരിശുദ്ധാത്മാവ്, ഇങ്ങനെ പറഞ്ഞ ഈ തൃത്വത്തിലെ 3ാമത്തെ ആളായ പരിശുദ്ധാത്മാവ്, സാംഖിക മൂല്യം 801 ആയ പരിശുദ്ധാത്മാവ്, ആൽഫയും ഒമേഗയുമായ ദൈവം തമ്പുരാന്റെയും പുത്രൻ തമ്പുരാന്റെയും അതേ സാംഖിക മൂല്യമുള്ള പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് യേശുവിനെ ഉയർപ്പിച്ചു. അങ്ങനെയാണ് ഇത് ശൂന്യമായ കല്ലറയുടെ പ്രതീകമായി മാറിയത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ കുരിശില് നമ്മൾ ഊറാല അണിയിക്കുമ്പോൾ ആ കല്ലറയില് യേശു ഉപേക്ഷിച്ചിട്ട് പോയ ആ കച്ചയാണ് സൂചിപ്പിക്കുന്നത്. യേശുവിന്റെ പൗരോഹിത്യ വസ്ത്രമാണ്, അത് സഭയ്ക്ക് നൽകിയിട്ട് പോയിരിക്കുകയാണ്. ഇതൊക്കെ ഈ കുരിശിൽ വെളിപ്പെട്ട് കിടക്കുകയാണ്. ഇത്രയും ഇതിന്റെ ദൈവശാസ്ത്രം പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായി കാണും. അതിൽ പരിശുദ്ധ തൃത്വമുണ്ട്, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, സഭയുണ്ട്, രക്ഷാകര മരണമുണ്ട്, ഉത്ഥാനമുണ്ട്, നിത്യജീവനുണ്ട്, ജീവന്റെ വൃക്ഷമുണ്ട്, ജീവജലത്തിന് അരുവിയുണ്ട്. ബൈബിളിൽ ഏത് പ്രമേയമാണ് ഈ കുരിശിനകത്ത് ഇല്ലാത്തത്?